അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഫ്ദലിൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പഠനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിരിക്കണം എന്നത് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു പോരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടുകൂടെയുള്ള ഒരു ജീവിതത്തെയാണ്. മനസ്സമാധാനത്തെ നമുക്ക് അറബിയിലേക്ക് കൊണ്ടുവരുമ്പോൾ 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഒന്ന് തുമഇനീനത്തുൽ ഖൽബ് എന്ന വചനമാണ്. മറ്റൊന്നത് സക്കീനത്ത് എന്ന വാക്കാണ്. മറ്റൊന്ന് റാഹത്തുൽ ബാൽ എന്ന വാക്കാണ്. ഇങ്ങനെ തുമഇനീനത്ത്, സക്കീനത്ത്, റാഹത്ത് എന്നീ 3 അറബി ശബ്ദങ്ങൾ സമാധാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടെ ജീവിച്ച ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ ജനിക്കുന്നതിന് മുമ്പ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന പുണ്യനബിയുടെ ഉമ്മയും വഫാത്തായിട്ടുണ്ട്. എങ്കിലും നമ്മളോട് ലോകത്തെ ഏറ്റവും സമാധാനത്തോടുകൂടെ ജീവിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെയാണ്. ലോകത്തെ ഏറ്റവും റഹ്മത്ത് അനുഭവിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും നബി തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും നിഅമത്ത് അനുഭവിച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും, ലോകത്തിലെ ഏറ്റവും ആഫിയത്തുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും എല്ലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നു തന്നെയാണ്. എന്ന് വരുമ്പോൾ റാഹത്ത്, തുമഇനീനത്ത്, സക്കീനത്ത് തുടങ്ങിയവ എന്താകുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലെ പഠനങ്ങൾ ആവശ്യമായി വരും. പരിശുദ്ധമായ ഖുർആൻ തുമഇനീനത്തുൽ ഖൽബിനെ കുറിച്ച് പറഞ്ഞിടത്ത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുമഇനീനത്തുൽ ഖൽബ് എന്ന മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും ഉണ്ടാക്കി തീർക്കുന്നത് ദിക്റുള്ളയാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ എന്നതിന് ഒന്ന് അള്ളാഹുവിൻ്റെ ദിക്ർ ചിന്തിക്കുക എന്നതാണ്. 2 അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുക എന്നതാണ്. 3 അള്ളാഹുവിൻ്റെ ദിക്ർ പറയുക എന്നതാണ്. 4-ാമത്തേത് അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുക എന്നതാണ്. ദിക്ർ എന്നതിന് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ദിക്ർ ചിന്തിക്കലാണ്. ഏതൊരു കാര്യം ചിന്തിച്ചാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെ ദിക്റിൻ്റെ ചിന്ത എന്ന് പറയും. 2-ാമത്തേത് ദിക്ർ ചെയ്യുക എന്നതാണ്. പ്രവർത്തനം ഏതായാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ, ഉദാഹരണം നിസ്കാരം, ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക തുടങ്ങിയ വചനങ്ങളൊക്കെ ഇതിലേക്ക് വെളിച്ചമേകുന്നതാണ്. 3-ാമത്തെ ദിക്റിനെ പറയലാണ്. സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ തുടങ്ങിയവരുടെ മനാഖിബുകൾ പറയലാണ് ദിക്ർ പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. 4-ാമത്തെ കാര്യം ദിക്ർ ചൊല്ലുക എന്നതാണ്. ഈ 4 കാര്യങ്ങൾ തുമഇനീനത്തുൽ ഖൽബ് എന്ന സമാധാനം ഉണ്ടാക്കിത്തരുന്നതാണ്. 2-ാമത്തേത് സക്കീനത്താണ്. തുമഇനീനത്തും സക്കീനത്തും തമ്മിലുള്ള വ്യത്യാസം, സക്കീനത്ത് എന്നാൽ മൗഹിബത്തായി അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഓശാരമായി ഒരു മനുഷ്യന് നൽകപ്പെടുന്നതാണെന്നതാണ്. തുമഇനീനത്ത് എന്നത് അധ്വാനിച്ച് മെനക്കെട്ട് നേടുന്നതും സക്കീനത്ത് ഓശാരവുമാണ്. സക്കീനത്ത് നൽകപ്പെടുന്നത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയാണെന്നാണ്. അത് സൂറത്തുർ റൂമിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചെടുത്ത് വിവാഹം സമാധാനപൂർണമാവാൻ, സക്കീനത്തോടുകൂടെയാവാൻ മവദ്ദത്ത്, റഹ്മത്ത് എന്നീ 2 കാര്യങ്ങൾ മനുഷ്യനിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും സ്നേഹത്തിൻ്റെ 2 പ്രകടനങ്ങളാണ്.
മവദ്ദത്ത് എന്നത് സംസാരത്തിലൂടെയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനവും റഹ്മത്ത് എന്നത് പെരുമാറ്റത്തിലൂടെയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുമാണ്. ഈ രണ്ട് കാര്യങ്ങളും, മവദ്ദത്ത് സംസാരത്തിലെ സ്നേഹമസ്രണമായ സമീപനം, രണ്ടാമത്തേത് റഹ്മത്ത് പെരുമാറ്റത്തിലെ വാത്സല്യപൂർണമായ സമീപനം, ഇത് രണ്ടുമുള്ളവർക്കാണ് സക്കീനത്ത് എന്ന സമാധാനം ഉണ്ടായിത്തീരുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തേത് റാഹത്ത് എന്നതാണ്. റാഹത്തുൽ ബാൽ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു സന്ദേശമാണ്. റാഹത്ത് എന്നത് ഖദറുൻ സായിദുൻ അലൽ അംനി എന്നാണ്. നിർഭയം എന്നതിൻ്റെ അല്പം മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥക്കാണ് റാഹത്ത് എന്ന് പറയുന്നത് എന്നാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അംന് എന്ന് പറഞ്ഞാൽ നിർഭയമാണ്. ലോകത്തെ ഏറ്റവും നിർഭയന്മാരായ ആളുകൾ ഔലിയാക്കളാണ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അലാ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് അവസ്ഥകൾ ഇല്ലാതിരിക്കുന്നതിനാണ് അംന് എന്ന് പറയുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫ്, ഹുസ്ന്, ഭയം, ദുഃഖം എന്നീ രണ്ട് കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കാണ് അംന് എന്ന് പറയുന്നത്. അംനിനേക്കാൾ സായിദയായ, അംനിനേക്കാൾ കൂടുതലുള്ള ഒരവസ്ഥക്കാണ് റാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റാഹത്തുണ്ടാവണമെങ്കിൽ രണ്ടു കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, പേടി ഇല്ലാതിരിക്കണം. ഖൗഫ് എന്ന പേടി ഇല്ലാതിരിക്കണം. അള്ളാഹുവിൽ ഉള്ള ഖൗഫല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ ഉണ്ടായിരിക്കേണ്ടത് മാബൈനൽ ഖൗഫി വർറജാഇയാണ്. പേടിയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ മുത്തവസ്സിത്തായ മധ്യമമായ ഒരവസ്ഥയാണ് അള്ളാഹുവിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രത്യേകിച്ച് മരണത്തോടൊക്കെ അടുത്തു വരുന്ന സമയത്ത് പ്രതീക്ഷ കൂടുകയും ഖൗഫ് കുറയുകയുമാണ് വേണ്ടത്. ചെറുപ്പകാലങ്ങളിലും യുവത്വമുള്ള സമയത്തൊക്കെ ഖൗഫ് കൂടുതലും പ്രതീക്ഷ കുറയുകയുമാണ് വേണ്ടത്. അങ്ങനെ ഇബാദത്തുകളിൽ മനുഷ്യൻ മുഴുകി നിൽക്കാൻ ആവശ്യമായ അള്ളാഹുവിൽ ഉള്ള ഒരു സങ്കല്പമാണ് മാബൈനൽ ഖൗഫി വർറജാ, പ്രതീക്ഷയുടെയും പേടിയുടെയും മധ്യം എന്ന് പറയുന്നത്. ഇതിനെയല്ല ഇവിടെ ഖൗഫ് എന്ന പേടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മഖ്ലൂക്കിനെയും പേടിക്കാതിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. രണ്ടാമത്തതാണ് ഹുസ്ന്, ദുഃഖമില്ലാത്ത അവസ്ഥ. സന്തോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയമാണത്. ദുഃഖം ഇല്ലാതിരിക്കുന്നത് വർദ്ധിച്ച തവക്കുലുള്ള ആളുകൾക്കാണ് എന്ന് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഗാറു സൗറിൽ, സൗർ പർവ്വതത്തിൻ്റെ ഗുഹയിൽ അവർ 3 ദിവസം അഭയം പ്രാപിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പുറത്തു നിന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹ പരിശോധിച്ചു. അതിനുശേഷം നബി തങ്ങളോട് കയറി ചെല്ലാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിയിൽ തല വെച്ചുറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ പാമ്പ് കടിച്ചു. ഷറഫാക്കപ്പെട്ട ഉമിനീര് തേച്ചുകൊണ്ട് വിഷമിറക്കി. അങ്ങനെ അവർ ആ ഗുഹയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ 100 ഒട്ടകങ്ങൾ അവരെ കണ്ടെത്തുന്നവർക്ക് നൽകാമെന്ന് ഖുറൈശികൾ പ്രഖ്യാപിച്ചു. 100 ഒട്ടകങ്ങളിൽ ആശ പൂണ്ട ഖുറൈശികൾ നബിയെയും സിദ്ദീഖുൽ അക്ബറിനെയും തേടിയിറങ്ങി. അവർ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, പുണ്യനബിയെ, അവർ കാലിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും കാണില്ല. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ആവശ്യ സമയത്ത് അള്ളാഹു മഈ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു മഈ എന്ന ബോധം, ഇതിനെയാണ് മഅയ്യത്തിൻ്റെ ബോധം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യൻ്റെ ബോധമായി മാറണം. അള്ളാഹു മഈ എന്നത് മനുഷ്യൻ്റെ ബോധം അഥവാ ഹാല് ആയി മാറണം. ഇതിനെയാണ് മഅയ്യത്തിൻ്റെ ഹാല്, മഅയ്യത്തിൻ്റെ ബോധം എന്ന് പറയുന്നത്. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധവേളകളിൽ ഇത് ധാരാളമായി കാണാൻ കഴിയും. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു.
ശത്രുക്കൾ പല കിംവദന്തികളും പറഞ്ഞു പരത്തി മുസ്ലിങ്ങളുടെ വീര്യം കെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് ഷഹീദായിരിക്കുന്നു. നബിതങ്ങൾ ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി മാറിയ സമയത്ത് പുണ്യനബി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നു. മലയുടെ മുകളിൽ നിർത്തിയിരുന്ന സഹാബത്ത് താഴേക്കിറങ്ങിയതിനാൽ ശത്രുക്കൾ മലമുകളിലൂടെ കയറി വന്ന് രണ്ടാമതും അമ്പെയ്ത്താരംഭിക്കുകയും ഭൂരിഭാഗം ആളുകളും എന്ന് പറയാമെന്ന് തോന്നുന്നു പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാൾ കയ്യിലെടുത്ത് തൻ്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറുന്നതാണ് തവക്കുലിൻ്റെ ആലാ മർത്തബയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തവക്കുലിൻ്റെ ഒരുപാട് സന്ദർഭങ്ങളെ കാണാൻ കഴിയും. ഈ തവക്കുലാണ് ഹുസ്നിനെ ഇല്ലാതെയാക്കുകയും റാഹത്തിനെ കൊണ്ടുവരികയും ചെയ്യുന്നത്. സക്കീനത്തിനെ കൊണ്ടുവരുന്നത് മവദ്ദത്ത് റഹ്മത്ത് എന്ന ഖൽബിൻ്റെ രണ്ടവസ്ഥകളാണ്. തുമഅനീനത്തിനെ കൊണ്ടുവരുന്നത് ദിക്റുള്ളയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ സമാധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയും. മക്കയിൽ നിന്ന് ഒരു വേള തൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോവേണ്ടി വന്നു. മക്കം ഫതഹിൻ്റെ സമയത്ത് വീണ്ടും മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് അൻതുമുത്തുലഖാ, നിങ്ങൾ മോചിതനാണ്, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. ഭയമുള്ളവർ അബൂ സുഫിയാൻ്റെ തറവാട് വീട്ടിലേക്ക് കയറിയിരുന്നാൽ മതി, ഞാൻ ആ വീടിൻ്റെ പരിസരത്തു കൂടെ വരില്ല. സ്വയമായ നിർഭയമുള്ളവർ ഇതോടൊപ്പം മറ്റുള്ളവർക്ക് നിർഭയത്വം നൽകുന്നതിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മുൻപന്തിയിലായിരുന്നു. 23 കൊല്ലമാണ് പ്രബോധന ദൗത്യം ഉണ്ടായത്. 40 വയസ്സ് പൂർത്തിയായതിനു ശേഷം നുബുവത്ത് ലഭിച്ചു. പിന്നീട് ദീനീ പ്രബോധനം ആരംഭിച്ചു. 23 കൊല്ലം ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചു. ഒരു വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടി സമയം നിശ്ചയിക്കപ്പെട്ടിട്ട് സമയം പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ദൗത്യം പൂർത്തിയായി വിശ്രമിച്ച ആൾ ഒരുപക്ഷെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ പ്രയാസകരമായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും മനസ്സ് ശാന്തമായി സമാധാനമായി ആ സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അതിനുവേണ്ടി മറ്റുള്ളവർക്ക് പരിശ്രമങ്ങൾ നടത്താനുള്ള പ്രചോദനങ്ങൾ നൽകി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യനായി ജീവിച്ചു. ഈ തുമഅനീനത്തുൽ ഖൽബ്, ഈ സക്കീനത്ത്, ഈ റാഹത്ത് നമ്മുടെ ജീവിതത്തിലേക്കും ഉണ്ടാവണം. അതിന് നബിതങ്ങളുമായി എത്ര ചേർന്ന് നിൽക്കുന്നുവോ അതാണ് സമാധാനത്തിലേക്കുള്ള അടുപ്പം. നബിതങ്ങളിൽ നിന്നുള്ള എത്ര അകലം നമുക്കുണ്ടോ അതാണ് സമാധാനത്തിൽ നിന്നുള്ള ദൂരം. ആത്മഹർഷം തുടികൊട്ടുന്ന നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കുന്ന പ്രയാസങ്ങളുടെ നാള്, അതിനെ ഖിയാമത്ത് നാൾ എന്ന് പറയും. അന്നത്തെ ഏക പ്രതീക്ഷയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സമാധാന ദൂതൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഫാഅത്ത് നിർബന്ധമാകുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ചേർക്കട്ടെ. അവിടത്തോടുള്ള ഇഷ്ട് മഹബത്തിലായി അള്ളാഹു നമ്മളെ ജീവിപ്പിച്ച് പരിപൂർണ ഈമാനോടുകൂടെ മൗത്താകുന്ന മുത്തഖീങ്ങളിൽ ചേർക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.